എന്റെ അഭിപ്രായത്തില് ജയില് ചാടിയ കൊടും ക്രിമിനൽ ഗോവിന്ദച്ചാമി ഉണ്ടല്ലോ, അയാളെ കൊല്ലാൻ കിട്ടിയ നല്ലൊരു അവസരമാണ് കേരള പോലീസും അവിടുത്തെ ജനങ്ങളും നഷ്ടപ്പെടുത്തിയത്. അയാൾ ഈ പേരും പറഞ്ഞ അയാൾ തട്ടിക്കളയാ. ഇനി ഒരു ചാൻസ് കിട്ടൂല, ഇങ്ങനത്തെ ഒരു ചാൻസ് ഇനി കിട്ടൂല. എന്നു പറഞ്ഞാൽ അയാളൊന്നും ഒരിക്കലും ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ അവകാശവും അധികാരമുള്ള ഒരാളല്ല. അത്രയും കൊടും ക്രിമിനലാണ് അയാൾ ആ ജയിൽ സൂപ്രണ്ടിനോട് പറഞ്ഞ കേട്ടില്ലേ, ജയിൽ ചാടി കഴിഞ്ഞ് അയാളെ ഭാര്യനെയും മക്കളെയും അയാളെ മുന്നിൽ വെച്ച് കെട്ടിയിട്ട് കഴിഞ്ഞ് ബലാത്സംഗം ചെയ്യുന്ന അയാൾ പറഞ്ഞില്ലേ. ഇന്നങ്ങനെ ഒരു വാർത്ത നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. ഏതായാലും എന്താ പറയാ, നമ്മളെ നീതിന്യായ വ്യവസ്ഥയൊക്കെ അയാൾക്ക് പുച്ഛമുള്ളൂ. അയാളെ പിടിച്ചു കൊണ്ടുപോകണം ആ വാഹനത്തിൽ വെച്ച് അയാൾ കൈകൊണ്ട് കാണിച്ച കാഴ്ചകളൊക്കെ നമ്മളെല്ലാവരും കണ്ടില്ലേ. വിരല് മൂക്കിലിട്ടും വിരല് വായിലിട്ട് കഴിഞ്ഞ് അത്രയും നമ്മളെ അപമാനിച്ച്, നീതിന്യായ വ്യവസ്ഥയെ അപമാനിച്ച്, ജനങ്ങളെ അപമാനിച്ച്. അയാളൊന്നും ഒരിക്കലും ഒരു ദയ അയാൾക്ക് കൊടുക്കരുത്. അയാൾ എന്തുകൊണ്ട് ഇത്രയും കൊടും ക്രിമിനലായ അയാൾക്ക് വധശിക്ഷ റദ്ദാക്കി അയാൾക്ക് ജീവപര്യന്തം കൊടുത്തത്? അയാൾ എന്റെ അഭിപ്രായത്തിൽ ആ ജീവപര്യന്തം റദ്ദാക്കി ഇയാളെ വധശിക്ഷയ്ക്ക് വിധേയനാക്കുക വേണ്ടത് എത്രയും പെട്ടെന്ന്. അതല്ലെങ്കിൽ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക. ഇനിയൊരു ചാൻസ് കിട്ടൂല. ഈ ഒരു ജയില് ചാട്ടം ഒരു അവസരമായിരുന്നു കേരള പോലീസിന്. രക്ഷപ്പെടാൻ ശ്രമിച്ചു നിന്ന പേരിൽ ആ പ്രതിയെ വെടിവെച്ച് കൊല്ലായിരുന്നു. നമ്മൾ യുപിയിലോ ആന്ധ്രയിലോ തമിഴ്നാട്ടിലൊക്കെയാണ് നമ്മൾ കേൾക്കായിരുന്നു. ജയില് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് വെടിവെച്ച് കൊന്ന് നമ്മൾ കേൾക്കായിരുന്നു. പക്ഷെ കേരളത്തിൽ അതിന് പറ്റിയ തന്റെ ധൈര്യമുള്ളൊരു പോലീസുകാരില്ലാതെ പോയല്ലോ. വളരെ സങ്കടം തന്നെ.